ആയി. ഇപ്പൊ മാത്യുവിന്റെ ഫോട്ടോസിന്റെ ഒക്കെ അടിയിലുള്ള കമന്റ് നോക്കുകയാണെങ്കിൽ ജൂനിയർ വിജയ്, ജൂനിയർ പൃഥ്വിരാജ് എന്നൊക്കെയാണ്. എമ്പളങ്ങി നൈറ്റ്സ് എന്ന സിനിമയിലൂടെ മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ച് ഇപ്പൊ ഇതാ മലയാളത്തിൽ മാത്രമല്ല തമിഴിലും വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്റ്റാർ ആയി മാറിയിരിക്കുന്ന നമ്മുടെ സ്വന്തം മാത്യു തോമസ്. എഡിജിയുടെ കൂടെയുള്ള മൂന്നാമത്തെ സിനിമ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? പ്ലീസ് ടെൽ us about the movie. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ഓൾ ഫോർ കമ്മിങ്. താങ്ക് യു സോ മച്ച്. എഡിജിയുടെ കൂടെയുള്ള മൂന്നാമത്തെ സിനിമയാണ് ജോ ആൻഡ് ജോ 18+, പിന്നെ ബ്രോമാൻസ്. സപ്പോർട്ടാണോ സൈഡിൽ നിന്ന്? അപ്പോൾ എന്താ അതല്ല, ഈ എല്ലാവരും പറഞ്ഞ പോലെ എനിക്ക് എഡിജനെ നല്ല പരിചയമുണ്ട്. അല്ലാണ്ട് ക്രൂവും എല്ലാവരും നല്ല പരിചയമുണ്ട്. ഇപ്പോൾ ഗോവിന്ദേട്ടൻ്റെ കൂടെ, അഖിലേട്ടൻ്റെ കൂടെയും, എഡിറ്റർ ചമൻ, പിന്നെ ഷാജേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ചിൽ ടൈം എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. ശരിക്കും അറിഞ്ഞില്ല ഈ ട്രെയിലർ പോലത്തെ ഒരു സിനിമയാണ്. ട്രെയിലർ ആക്ച്വലി സിനിമയുടെ ഒരു മീറ്ററും എന്താണ് സിനിമ എന്നുള്ളൊരു മൂഡൊക്കെ ആ ട്രെയിലറിലുണ്ട്. ഡയറക്ടർ പറഞ്ഞ പോലെ അതും അതിനെ കുറച്ചും കൂടെ എക്സ്പെക്റ്റ് ചെയ്ത് വന്നാൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. കുറേ കോമഡിയും ആക്ഷൻ സോങ്സ് എല്ലാം ഉണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ട്രെയിലറൊക്കെ കണ്ടിട്ട് പറ എന്താണ് ഇഷ്ടമായോ. താങ്ക് യു. സോ ട്രെയിലർ കണ്ടിട്ട് ഞങ്ങൾക്ക് തോന്നി ഇതിൽ കുറച്ച് അധികം ആക്ഷൻ ഒക്കെ ഉണ്ടെന്ന്. ആദ്യമായിട്ടാണോ മാത്യു ആക്ഷൻ ചെയ്യുന്നത്? എങ്ങനെയുണ്ടായിരുന്നു? പാടുപെട്ടോ? കുറച്ച് പാടുപെട്ടോ. എനിക്ക് തോന്നുന്നത് 8 ഡേയ്സോളം ഫൈറ്റ് മാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വേർത്തു. പക്ഷെ എന്നാലും ആ ഒരു റിസൾട്ട് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും അല്ലേ? ശരിക്കും മാത്യുവിന് ഒരു ഫുൾ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത്. ലുക്കൊക്കെ മാറി, ആള് കുറച്ചും കൂടി ഗ്ലാമർ ആയി, കോൺഫിഡന്റ് ആയി. ഇപ്പൊ മാത്യുവിന്റെ ഫോട്ടോസിന്റെ ഒക്കെ അടിയിലുള്ള കമന്റ് നോക്കുകയാണെങ്കിൽ ജൂനിയർ വിജയ്, ജൂനിയർ പൃഥ്വിരാജ് എന്നൊക്കെയാണ്. എന്താണ് ഈ റൊമാൻസ് ടീം നൽകിയ ഒരു കംഫർട്ടും കോൺഫിഡൻസും ആണോ ഈ ഒരു ഗ്ലോപ്പിന്റെ പിന്നിൽ? അല്ല, ആക്ച്വലി പടത്തില് ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലല്ലേ ഈ ഓൾമോസ്റ്റ് പടത്തിന് വേണ്ടി ഈ ലുക്ക്. അപ്പോൾ ഡയറക്ടറും നമ്മുടെ മേക്കപ്പ് ചെയ്ത റോണക് ചേട്ടനും സെറ്റ് ചെയ്തു. അപ്പോൾ എനിക്കിഷ്ടമായി. അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ പിടിക്കാന്ന് വിചാരിച്ചു. ഇഷ്ടമായി, പിന്നെ ഞാൻ മാറ്റാൻ പോയില്ല എന്നൊക്കെ. ഓൾ റൈറ്റ്, താങ്ക് യു സോ മച്ച് മാത്യു. സ്റ്റേജിൽ തന്നെ നിൽക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ഇനി ഈ ഒരു സിനിമയിൽ